ഇവിടെ ഇരിക്കെ. എന്താ സംസാരിക്കാനുള്ളത്? നിനക്ക് അഭിരാമിനെ നേരത്തെ അറിയോ? നീയും അഭിയും തമ്മിൽ എന്താ റിലേഷൻ? ഐ ആം ആസ്കിങ് യു, ആൻസർ പറ. അബി എനിക്ക് നേരത്തെ അറിയാം. ഞങ്ങൾ ഒരു കോളേജിലാണ് പഠിച്ചത്. ഒരു കോളേജിൽ പഠിച്ച ബന്ധം മാത്രമേ നീ അഭിയുള്ളൂ? ഇനിയിപ്പോൾ എന്ത് ബന്ധം ഉണ്ടെങ്കിലും അത് നിങ്ങളോട് ഷെയർ ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. അഗ്രിമെൻറ്റിലെ അവസാനത്തെ പോയിന്റ് ഞാൻ പറഞ്ഞിരേണ്ട ആവശ്യമില്ലല്ലോ. രണ്ടുപേരുടെയും പേഴ്സണൽ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾക്കറിയാന്നുള്ളതല്ലേ. സുധാ, നിന്റെ ഉദ്ദേശം എന്താ? എനിക്കൊരു ഉദ്ദേശവുമില്ല. നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ എൻ്റെ പാട്ടിന് പോകും. അതുമാത്രമായിരിക്കണം എൻ്റെ ലക്ഷ്യം. അതിനല്ല ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും നീ കാരണം സംഭവിച്ചാൽ അറിയാലോ. നിങ്ങളുടെ വീട്ടുകാർക്ക് ഞാൻ കാരണം ഒന്നും സംഭവിക്കില്ല. ഇവിടെ ഉള്ളവർ ആരെയും ഉപദ്രവിക്കാനോ കൊല്ലാനോ ഒന്നുമല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം. അങ്ങനെ ആയാൽ നിനക്ക് കൊള്ളാം. നീ പറയുന്നതിന് വിപരീതമല്ലമാണ് ഇവിടെ നടക്കുന്നതെങ്കിൽ നീ കണ്ട ശ്രീരാമായിരിക്കില്ല പിന്നെ നീ കാണാൻ പോകുന്നത്. ചന്ദ്രേട്ടാ, ഞാനാ. ഞാൻ ആ വാതിൽ തുറന്നോട്ടെ? അത് അനുവാ വിളിക്കുന്നത്. തുറക്ക്. നീ എന്താ ഉറങ്ങിയില്ലേ? എന്താ ഉറങ്ങാൻ പോവായിരുന്നു. അപ്പോഴാ ഈവനിങ് ഏട്ടൻ പറഞ്ഞ കാര്യം ഓർമ്മ വന്നത്. ഇടത്തേക്ക് പാല് തരാൻ. ഇതാ കുടിച്ചോ. പാലോ? എനിക്കോ? ഞാൻ ആരോടും പാല് വേണമെന്ന് പറഞ്ഞില്ലല്ലോ. എനിക്കൊന്നും വേണ്ട, നീ തന്നെ കൊണ്ടുപോക്കോ. അനു, ആ പാല് ഗ്ലാസ് കൊടുത്തിട്ട് നീ പൊക്കോ. ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞ നിനക്ക് രാത്രി ഒരു ഗ്ലാസ് പാല് തരണമെന്ന്. ഇതാ ഇടത്തെ. ശരി, രണ്ടുപേർക്കും ഗുഡ് നൈറ്റ്. എനിക്കെന്തിനാ പാല്? അനു പോയി. താനെന്താ അവിടെ തന്നെ നിൽക്കാൻ പോവാണോ? എനിക്കൊന്നും വേണ്ട. ഇന്നലെ ആൻറ്റി തന്നതുകൊണ്ട് ഞാൻ കുടിച്ചെന്നേ ഉള്ളൂ. നിങ്ങൾ തന്നെ കുടിച്ചോ. ഹരി പറഞ്ഞ നീ കേട്ടതല്ലേ? നിനക്ക് വിറ്റമിൻസിൻ്റെ കുറവുണ്ട്. അതിനാണ് ഞാൻ ഈ പാല് കൊണ്ട് തരാൻ പറഞ്ഞ. മര്യാദയ്ക്ക് കുടിച്ചോ. വൈറ്റമിൻസിന് വേണ്ടി ഞാൻ ടാബ്ലറ്റ്സ് എടുക്കുന്നുണ്ടല്ലോ, എനിക്കത് മതി. ഈ പാല് നീ കുടിക്കണോ അതോ ഞാൻ നീ കുടിപ്പിക്കണോ? എന്താ വേണ്ടത് നീ തീരുമാനിച്ചോ. എൻ്റെ ഈശ്വര, എൻ്റെ ഒരു വിധി. കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഞാൻ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. മര്യാദയ്ക്ക് കഴിച്ചിട്ട് ഹരി എടുത്തുന്ന ഗുളികതാ ഞാൻ കഴിക്കട്ടെ. നിൻ്റെ കയ്യിലല്ലേ ഏൽപ്പിച്ച? ഇതാ, ഇതിൽ 2 ടാബ്ലറ്റ് ഉണ്ട്. എൻ്റെ അടുത്തൊന്ന് കഴിക്കാൻ പറഞ്ഞു. ഞാൻ കഴിക്കേണ്ട ആവശ്യമുണ്ടോ? അവൻ കഴിക്കാൻ പറഞ്ഞെങ്കിൽ കഴിച്ചോ. കുഞ്ഞിൻ്റെ കാര്യത്തിനല്ലേ. താമാണെങ്കിൽ ഇപ്പോൾ കടന്നു. എനിക്ക് കുറച്ച് വർക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ കിടക്കുന്നുള്ളൂ. ഇല്ല, എനിക്ക് 2 വീക്സ് കഴിഞ്ഞ എക്സാം ഉണ്ട്. അതിൽ എനിക്ക് കുറച്ച് നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യാനുണ്ട്. ഞാനത് കഴിഞ്ഞ് കിടന്നോളാം. നിങ്ങളുടെ വർക്ക് ചെയ്തോ. ശരി. ഇതെന്താ എൻ്റെ കൈയും കാലൊക്കെ ഇങ്ങനെ തരിക്കുന്ന? എനിക്കിതെന്ത് പറ്റി? ഒന്ന് ടോയ്ലറ്റ് വരെ പോയാലോ? ഇയാൾക്കിതെന്ത് പറ്റി? വയ്യേ? ഒന്ന് ഫ്രഷായി നോക്കാം. ഇതെന്താ എൻ്റെ ശരീരമൊക്കെ വല്ലാതാവുന്നല്ലോ. ബോഡി എൻ്റെ കൺട്രോളിൽ നിൽക്കുന്നില്ലല്ലോ. ഇതെന്താ പെട്ടെന്ന് പറ്റിയ? ആദ്യമായിട്ടാണല്ലോ എനിക്കിങ്ങനെ ഫീൽ ചെയ്യുന്നത്. എനിക്കിതെന്താ പറ്റിയ? തലയൊക്കെ കറങ്ങുന്നുണ്ടല്ലോ. വല്ലാത്തൊരു ഫീലിങ്സ് ആണല്ലോ ഉള്ളിന്ന്. ഇതെന്താ? ഇവക്ക് ഇത്രയും ഭംഗിയുണ്ടായിരുന്നു? ഞാനിതിനു മുന്നേ ഇവിടെ കണ്ടപ്പോൾ എനിക്കൊന്നും തോന്നിയിട്ടില്ലായിരുന്നല്ലോ. ഇന്നെന്താ? தேடிடும் ஆண்மையும் நீஜம் தேடிடும் பெண்மையும் ஒரு போர்வையில் வாழும் இன்பம் தெய்வம் தந்த சொந்தமா என்னாயுள் கடி அடி என்னாடி வேரடி சுமை தாங்கும் எந்த கண்மணி எடை சுடும் பணி உனக்கென மட்டும் வாழும் இதயமடி உயிருள்ளவரை நானும் அடிமையடி உனக்கென மட்டும் வாழும் இதயமடி உயிருள்ளவரை நானும் அடிமையடி
നേരം വെളുത്തോ? ഇതെന്താ ഇവളുടെ ഡ്രസ്സൊക്കെ എവിടെ? ഇതെന്താ ഇങ്ങനെ കിടക്കുന്നത്? എൻ്റെ ഡ്രസ്സൊക്കെ എവിടെ? ഈശ്വര, ഇന്നലെ ഞങ്ങൾ തമ്മിൽ എന്താ നടന്നത്? ഇതൊക്കെ ഇപ്പോൾ ഇവളെണീക്കുമ്പോൾ എന്തെങ്കിലും ഓർമ്മ ഉണ്ടാവോ? ഏട്ടാ, എവിടെ പോവാ? അമ്മ വിളിക്കുന്നുണ്ട്. സുധേട്ടത്തെ എണീറ്റില്ലേ? ഞാൻ പോയി വിളിക്കട്ടെ? വേണ്ട, അവൾ കിടക്ക, കുറച്ച് കഴിഞ്ഞ് വന്നോളൂ. ആണോ? എന്നാ ഏട്ടാ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വച്ചിട്ടുണ്ട്. ഇല്ല, ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം. നീ കഴിച്ചോ പോയി? എന്നാ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട, ഞാൻ വേറൊരു സാധനം ഇപ്പം കൊണ്ടുവരാം. പോരുതേ, ഒരു 5 മിനിറ്റ് ഇപ്പം എടുത്തുകൊണ്ട് വരാം. ഒറ്റ സെക്കൻഡ്. അനു, എങ്ങോട്ടാ നീ പോകുന്നത്? പറഞ്ഞിട്ട് പോ. എന്ത് സാധനം? എനിക്കിപ്പോൾ ഒന്നും വേണ്ട. അത് മനസ്സിലായി, പക്ഷേ ഇത് കണ്ട എന്തായാലും കഴിക്കും. സ്ട്രോബെറിയോ? ഇതിപ്പോൾ നീ വാങ്ങി? റാം, ഞാൻ എന്തിനാ അതിനെപ്പറ്റി ആലോചിക്കുന്നത്? എൻ്റെ മൂഡ് ശരിയല്ല. അനു, എനിക്ക് മതി. നീ കൊണ്ടുവെക്കോ, ഞാൻ പിന്നെ കഴിച്ചോളാം. നേരം എടുത്തോ? ഈശ്വര, എൻ്റെ ബോഡിയൊക്കെ വല്ലാണ്ട് പെയിനായിട്ട് തോന്നുന്നല്ലോ. 10:30യോ? ഇത്രയും സമയം ഞാൻ കിടന്നുറങ്ങിയോ? താഴെയുള്ളവരെന്ത് വിചാരിച്ചാണ്? പെട്ടെന്ന് ഫ്രഷായി താഴത്തേക്ക് പോവാം. ചന്ദ്രു, സുധമോൾ ഇവർ എണീറ്റില്ലേ? എന്താ വയ്യേ? ഞാൻ പോയി നോക്കണോ? വേണ്ട ആൻറ്റി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ അറിയാണ്ട് ഉറങ്ങിപ്പോയി കുറച്ച് നേരം. അത് കുഴപ്പമൊന്നുമില്ല. അല്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ടൈമായിട്ട് കാണാത്തോണ്ട് ചോദിച്ചതാ. ഇവക്കെന്തെങ്കിലും ഓർമ്മ ഉണ്ടാവോ? മുഖം കണ്ടിട്ട് ഇവക്കൊന്നും ഓർമ്മയില്ലാത്ത പോലെയാണല്ലോ തോന്നുന്നത്. ഇയാളെന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? അമ്മ, കഴിക്കാൻ എന്തെങ്കിലും എടുക്ക്. എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് എല്ലാവരും ഉണ്ടല്ലോ കഴിക്കാൻ. എന്നാ ബാ, അമ്മ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, കഴിക്കാം. അതെ, ഇന്ന് വാലന്റൈൻസ് ഡേ അല്ലേ? അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്താ പരിപാടി? ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ വല്ല പ്ലാനും ഉണ്ടോ? കഴിക്കുന്ന നേരത്തെങ്കിലും ആ വാ ഒന്ന് അടച്ചു വെക്കോ. കുറച്ച് സമാധാനം എന്താ? ഏടത്തി, നമുക്ക് അമ്പലത്തിൽ പോയി ഒന്ന് തൊഴുതാലോ? ഈ അമ്പലത്തിൽ പോക്ക് അത്ര നല്ലതല്ല. സുധയുടെ കഴുത്തിലെന്താ? ഇത് ഏട്ടൻ്റെ കഴുത്തിലുണ്ടല്ലോ. അപ്പോൾ ഇവരൊരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയോ? അഭി എന്തിനാ എന്നെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന? അമ്മ, ഞാൻ മതിയാക്കി. നീയല്ലേ വിശക്കുന്നു എന്ന് പറഞ്ഞ, പിന്നെന്ത് പറ്റി? വയറ് നിറഞ്ഞു. അതിന് എന്നെ എന്തിനാ ഇവൻ തുറച്ചു നോക്കുന്നത്? അമ്മ, ഞാൻ രാധികയുടെ വീട് വരെ പോവുക. അവളുടെ ഡിസിഷൻ എന്താണെന്ന് എനിക്കറിയണം. ഈ ചെക്കൻ്റെ ഒരു കാര്യം. നീ എന്താടാ രാവിലെ തന്നെ ഹോസ്പിറ്റലില് വരുന്ന കാര്യം വിളിച്ച് പറഞ്ഞില്ല? എന്തു പറ്റി? വിളിച്ചു പറയാനുള്ള സമയമൊന്നും എനിക്ക് കിട്ടിയില്ല. അല്ല, നീ ഇന്നലെ തന്ന ടാബ്ലറ്റ് ഇല്ലേ, അതിൻ്റെ പേരെന്തായിരുന്നു? അതൊന്ന് പറഞ്ഞേ. എന്തു പറ്റി? ഇന്നലെ എന്തെങ്കിലും നടന്നോ? അതോ ഒന്നും നടന്നില്ലേ? അപ്പം നീ മനഃപൂർവ്വം ഇത് എനിക്കിട്ടുണ്ടാക്കാൻ വേണ്ടി ചെയ്തത് തന്നെയാണല്ലേ? പിന്നല്ലാണ്ട് നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഇങ്ങനെയെങ്കിലും നടന്നാലല്ലേ കാര്യങ്ങളൊക്കെ നടക്കൂ. നീ എനിക്ക് വേണ്ടി ചെയ്താണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഇത് അവളോട് ചെയ്ത് തെറ്റായിപ്പോയി. നീ തെറ്റോ? അവൾ അഗ്രിമെന്റിൽ സൈൻ ഇട്ടതല്ലേ? അപ്പോൾ ഇത് നടക്കേണ്ടതല്ലേടാ? അഗ്രിമെൻറ്റിൽ സൈൻ ഇട്ടു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അവൾ മെൻ്റലി ഇതിനെ പ്രിപ്പയർ അല്ല. അതുകൊണ്ടാണ് എനിക്ക് പറ്റാത്തത്. മെന്റലി പ്രിപ്പയർ അല്ലെന്നോ? നീ എന്തൊക്കെയായി പറയുന്നത്? അവള് പിന്നെ എന്തിനാ അഗ്രിമെന്റിൽ സൈൻ ഒക്കെ ഇട്ടെ? അതെനിക്കറിയില്ല, പക്ഷേ അവൾ ഇതിന് റെഡിയല്ല. ഇനിയിപ്പോൾ എന്തായാലും ഇന്നലെ ഇത് സംഭവിച്ച സ്ഥിതിക്ക് അവൾക്കത് അക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റൂ. അപ്പോൾ പിന്നെ എല്ലാം ഓക്കെ ആയിക്കോളും. അവൾക്ക് ഇന്നലെ നടന്ന കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. ഞാൻ തന്നെ രാവിലെ എണീറ്റപ്പോൾ ദേഹത്ത് ഡ്രസ്സില്ലാത്തത് കണ്ട മനസ്സിലാക്കിയത് ഇന്നലെ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്ന്. പിന്നെ അവക്കോ? അല്ല, നീ രാവിലെ എണീറ്റപ്പോൾ ഡ്രസ്സ് ഇല്ലാത്തത് കണ്ടപ്പോൾ മനസ്സിലായി. അതുപോലെ അവള് രാവിലെ എണീക്കുമ്പോഴും ഡ്രസ്സ് ഇല്ലാത്തപ്പോൾ മനസ്സിലാക്കിക്കൂടെ? ആക്ച്വലി രാവിലെ എണീറ്റപ്പോൾ അവൾക്ക് ഡ്രസ്സില്ലാത്തത് കണ്ടപ്പോൾ ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുത്തു. അനുവോ അമ്മയോ വല്ലതും വന്ന് കണ്ട, അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് ചേഞ്ച് ചെയ്ത് കൊടുത്തു.
അതുകൊണ്ടായിരിക്കും അവൾക്കൊന്നും ഓർമ്മയില്ലാത്ത. അപ്പോൾ നീ പറഞ്ഞു തന്നത് അവൾക്കൊന്നും ഓർമ്മയില്ല. അവള് രാവിലെ ഇതിനെപ്പറ്റി നിന്നോട് സംസാരിക്കോ ഒന്നും ചെയ്തിട്ടില്ലെന്ന് അർത്ഥം. എനിക്കാണെങ്കിൽ അവളെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല. അവൾക്ക് പക്ഷെ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അവൾക്കൊന്നും ഓർമ്മയില്ലെന്നല്ലേ അർത്ഥം. ഒരു കാര്യം ചെയ്, ഇനി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. ആദ്യം നിങ്ങൾ രണ്ടാളും പരസ്പരം ഒരുമിച്ചിരുന്ന് സംസാരിച്ചൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തണം. എന്നിട്ട് മതി കുഞ്ഞുണ്ടാക്കാൻ പോകുന്നതും. ഞാനൊന്നും പറയുന്നില്ല. നീ പറഞ്ഞാൽ ശരിയാ. അവളുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയണം. അവൾ എന്തിനാ എൻ്റെ വീട്ടിൽ നിൽക്കുന്നതെന്ന് എനിക്കറിയണം. അത് കഴിഞ്ഞിട്ട് മതി എൻ്റെ കുഞ്ഞിനെ അവൾ ക്യാരി ചെയ്യണോ വേണ്ടതെന്ന് എനിക്ക് തീരുമാനിക്കാം. പിന്നെ നിന്നോട് ഞാനൊരു കാര്യം പറയാം. ഞാൻ അറിയാതെ ഇനി മേലെ ഇമാതിരി പണി എങ്ങാനും ചെയ്ത കൊന്നുകളയും ഞാൻ. ഏയ്, നിനക്കൊരു ഹെൽപ്പ് ആവട്ടെ എന്ന് കരുതിയത്. ഇനി എന്തായാലും ഞാൻ ചെയ്യാൻ പോകുന്നില്ല. എനിക്കെന്താ നോട്ട്സ് ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത. എൻ്റെ മനസ്സിത് എവിടെയാണ് കിടന്ന് കറങ്ങുന്നത്. രാധിക, നീ തിരക്കാണോ? അബി, നീ എങ്ങനെയാ വീട്ടിനകത്ത് വന്നത്? ഞാൻ ഫ്രണ്ട് ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, പിന്നെങ്ങനെയാ? നിൻ്റെ വിൻഡോ ഓപ്പൺ ആയിരുന്നു. ഞാൻ അതുവഴി കയറി വന്നതാ. നീ എന്തിനാ വിൻഡോ വഴി കയറിയ? നിനക്ക് എന്നെ വിളിച്ചാൽ പോരെ? ബെല്ലടിച്ചാൽ ഞാൻ വന്ന് മെയിൻ ഡോർ തുറന്നു തരില്ലേ? പിന്നെന്താ? രാധു, ഇപ്പം ഇതിൻ്റെ പ്രശ്നം എന്താ? ഞാൻ വിൻഡോ വഴി വന്നതാണോ ഞാൻ ഇവിടെ വന്നതാണോ? ഏതാ? നീ അതിനെന്തിനാ ദേഷ്യപ്പെടുന്ന? ഞാൻ കാര്യമില്ല നിന്നോട് ചോദിച്ചാൽ. എന്ത് പറ്റി അബി? ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കാനാണ് വന്നത്. നിനക്കെന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ? അബി, നീ എന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന? എന്താ പ്രശ്നം? അത് പറ. സുധയും ഏട്ടനും ഒരുമിച്ച് ജീവിച്ചു തുടങ്ങി. അവരുടെ ലൈഫ് അവർ നോക്കാൻ തുടങ്ങി. ഞാൻ ഇനിയും അവളെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. മാത്രമല്ല, ഞാൻ ഇനി അവളുടെ ലൈഫിലൊരു ബുദ്ധിമുട്ടാവാൻ പാടില്ല. ഏട്ടന് ഞാൻ അവളും തമ്മിൽ റിലേഷനായിരുന്നെന്ന് അറിയാവോന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഒരിക്കലും ഇനി അവളുടെ ലൈഫിലൊരു ബ്ലാക്ക് മാർക്കാവാൻ ആഗ്രഹിക്കുന്നില്ല. അതിന് എനിക്ക് അവളിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്ത് പോകണം. ഞാനൊരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. നിനക്ക് സമ്മതമാണെങ്കിൽ നിന്നെ ഞാൻ കെട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലും. അവളുടെ മുന്നിൽ ഇനി ഞാൻ പോവില്ല. ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ റെഡിയാണ്. പക്ഷേ അതിനുശേഷം ഒരിക്കലും നീ വേറൊരു പെണ്ണിൻ്റെ പിറകെ പോവില്ല എന്ന് എനിക്ക് വാക്ക് തരണം. രാധു, ഞാൻ കരുതി നീ നോ എന്ന് പറയുന്നായിരുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം, എൻ്റെ എല്ലാ സ്വഭാവവും. പിന്നെ നീ എന്തിനാ എന്നെ കല്യാണം കഴിക്കാൻ സമ്മതിച്ച? ഞാൻ നിന്നെ കല്യാണം കഴിക്കാം. പക്ഷേ നീ ഒരിക്കലും എന്നെ ഒറ്റയ്ക്കാക്കില്ല എന്ന് പ്രോമിസ് ചെയ്യും. രാധിക, എന്നെപ്പറ്റി എല്ലാം അറിഞ്ഞിട്ടും നിനക്കെങ്ങനെയാ എന്നെ ട്രസ്റ്റ് ചെയ്യാൻ തോന്നുന്നത്? അത് ബിക്കോസ് ഞാൻ എൻ്റെ പഴയ അബിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവൻ എൻ്റെത് മാത്രമാവാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ പഴയ അബിയെ വേണ്ട. എൻ്റെ മാത്രം അബിയായിട്ട് മാറാൻ നിനക്ക് പറ്റുമോ? എനിക്ക് കുറച്ച് ടൈം തരുമോ? ഞാൻ മാറാൻ ശ്രമിക്കാം. ഈ ഒരു ജന്മം മുഴുവൻ നീ എടുത്തു. ഞാൻ വെയിറ്റ് ചെയ്യാൻ നിനക്ക് വേണ്ടി.